എല്ലാ കൂട്ടുകാർക്കും മൈ ഹെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടെക്കോമ പ്ലാന്റിനെ കുറിച്ചാണ്. അതിൻ്റെ സീഡ് പാകി നമുക്ക് എങ്ങനെ പുതിയ തൈ ഉണ്ടാക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ടെക്കോമ നമുക്ക് ഒരുപാട് കളറിൽ കാണാൻ പറ്റും. പക്ഷേ എല്ലാ കളറിൽ ടെക്കോമയിലും നമ്മൾ സീഡ് ഉണ്ടായി കാണാറില്ല കേട്ടോ. കൂടുതലായിട്ടും സീഡ് കാണുന്നത് ഓറഞ്ച് കളർ ടെക്കോമയിലും യെല്ലോ കളർ ടെക്കോമയിലൊക്കെയാണ് സീഡ് ഉണ്ടായി കാണുന്നത്. പക്ഷെ അന്നേരം സീഡ് ഉണ്ടായി കണ്ടെങ്കിലും അത് കിളിർത്ത് വരുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ എന്നിട്ട് നമുക്ക് കുറച്ച് സീഡ് കിട്ടിയപ്പോൾ കൊണ്ടുവന്ന പാകി അതിപ്പോൾ കിളിർത്ത് നല്ല തൈകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാം. പോട്ടിലും നിലത്തും ഒക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ടെക്കോമ. ഒത്തിരി ഓവർ കെയർ ഒന്നും ഇല്ലാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ചട്ടികളിലൊക്കെ നമുക്ക് പ്രൂൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് നിറയെ പൂവൊക്കെ ഉണ്ടാകുന്ന നല്ല ഒരു പ്ലാന്റാട്ടോ. അപ്പം ഈ ടെക്കോമയുടെ വിത്ത് ഇതുവരെ കിളിപ്പിച്ച് എനിക്കറിയത്തുമില്ലായിരുന്നു. പക്ഷെ നമ്മളൊരു സ്ഥലത്ത് പോയപ്പോൾ കുറേ വിത്തുണ്ടായി നിൽക്കുന്നതുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ടും ഇവിടെ കുറേ ദിവസം, ഒരു മാസത്തോളം ഇവിടെ അതിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയായിരുന്നു. എന്നിട്ട് കുറേ ദിവസം പേഴ്സിൽ തന്നെ കിടന്നു ആ വിത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഞാനെടുത്ത് പാകിയത്. എന്നിട്ടും ഒരു 4-5 ദിവസം കൊണ്ട് പെട്ടെന്ന് തന്നെ കിളുത്ത് വന്നു കേട്ടോ. അതൊക്കെ ഇനി കിളുക്കുവാണെങ്കിൽ തന്നെ കുറേ ദിവസമൊക്കെ എടുക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പെട്ടെന്ന് കിളുത്ത് വന്നു. 4-5 ദിവസം കൊണ്ട് അത് കിളുത്ത് വന്നു. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ, ഇതാണ് നമ്മുടെ ടെക്കോമയുടെ വിത്തുകൾ കിളുത്തത്. അധികം വിത്തുകളൊക്കെ പാകിയായിരുന്നു. എന്നിട്ട് കിളുത്ത് വന്നു കഴിഞ്ഞിട്ടും വേറെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ അത് എന്തോ വാട്ടം വന്നിട്ട് പോയി. ഇപ്പം ഈ 5 എണ്ണയുള്ളേ പെട്ടെന്ന് വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ പറിച്ച് മാറ്റാൻ ആയിട്ടില്ല. പിന്നെ ഇത് മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രമുള്ള ഒരു പോട്ടിംഗ് മിക്സിലാണ് പാകിയത്. അത് പാകി 6-ാമത്തെ ദിവസം തന്നെ കിളുത്ത് വന്നു കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ പരന്ന ഒരു പാത്രത്തിൽ നമുക്ക് എന്നിട്ട് മുകളിൽ വിത്ത് പാകി കഴിഞ്ഞിട്ട് മുകളിൽ ഒത്തിരി മണ്ണിട്ട് കൊടുക്കണ്ട, കുറച്ച് മണ്ണ് വിതറി കൊടുത്താൽ മതി. അപ്പം നമുക്ക് 4-5 ദിവസത്തിനുള്ളിൽ തന്നെ വിത്ത് കിളുത്ത് വരും. പിന്നെ ഒരു 6-7 ഇലയൊക്കെ ആയി കഴിയുമ്പം നമുക്ക് ഇത് കണ്ട് ഇതിൽ നിന്ന് കുറച്ചും കൂടി ഒരു ഹൈറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് പറിച്ച് മാറ്റി വെക്കാം. നീർവാർച്ചയുള്ള ഒരു മണ്ണിൽ നടണമെന്നേ ഉള്ളൂ. പിന്നെ ഓവർ വളമൊന്നും വേണമെന്നില്ല കേട്ടോ. നമുക്ക് നല്ല വെയിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. നമ്മൾ ചട്ടിയിൽ വെച്ച് കൊടുത്ത് ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നിറയെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. എപ്പോഴും തന്നെ പൂക്കളുണ്ടായി കിട്ടും. പിന്നെ എന്താ പറയുക, നമുക്ക് ഇനി പറിച്ച് മാറ്റി നടാൻ നേരത്ത് മണ്ണും മണലും ചാണകപ്പൊടിയും ഒക്കെയുള്ള മാത്രം ഇത്രയും തന്നെ മതിയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പോട്ടിലേക്ക് നമുക്ക് മാറ്റി നടാം. പിന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് എന്നും പറഞ്ഞ് ഓവർ ആയിട്ട് നമ്മൾ നനയ്ക്കൊന്നും വേണ്ട. ഇനി 1-2 ദിവസം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിലും ടെക്കോമയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താ പറയുക, ചില പ്ലാന്റ്സൊക്കെ നമ്മൾ സീഡിട്ട് ഉണ്ടായി കഴിയുമ്പോൾ അത് പൂക്കളുണ്ടാകുമ്പോൾ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവും. ഇത് ടെക്കോമയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകുമോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് വളർന്ന പൂക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പം നമുക്കറിയാം. ഇനി ഇത് പറിച്ച് മാറ്റി നടാൻ നേരത്ത് കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.